എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോന്നി അടവി എക്കട്ടോസത്തിൻ്റെ വീഡിയോ ആണ് കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് അതിന് നമ്മൾ കണ്ടിട്ട് പോകുന്നത് ഇന്നത്തെ ഇന്ത്യയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കുട്ടവഞ്ചി സവാരിയുടെ വീഡിയോ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആരണ്യകം എന്ന് പറയുന്നതുകൊണ്ട് ഒരു എക്കോ കഫേയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടവഞ്ചി സവാരിക്ക് തൊട്ടടുത്തുള്ള ഒരു കഫേയാണിത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാട്ടിൽ ഊണ എന്ന്. ഇതിപ്പോൾ കോന്നി വനം വികാസ് ഏജൻസിയുടെ ഒരു സംരംഭമാണ്. നമ്മളെന്തായാലും അവിടെ കയറി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോവാം. എന്തായാലും പണി പാളിയിട്ടുണ്ടേ. നമുക്കെന്തായാലും പണി കിട്ടിപ്പോയി. അവിടെ ഊണിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു. നമ്മൾ ഒരുപാട് താമസിച്ചായിരുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടേ. ഇവിടെ നമ്മൾ തണ്ണിത്തോട് SNDP ജംഗ്ഷനുണ്ട്. അപ്പം ഗുരുമന്ദിരമൊക്കെ ഉണ്ട്. ആ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്കിതിൽ ഇവിടുന്ന് റൈറ്റ് കാണുന്ന വഴി നേരെ തേക്കുതോടൊക്കെ പോകുന്ന വഴിയാണ്. ഇടത്തോട്ട് ചിറ്റാറും ശബരിമലയൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ തണ്ണിത്തോട്. തൊട്ട് താഴെയായിട്ട് പുതിയ പാലമല്ല, പാലമൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നമുക്ക് ശബരിമല എന്നുള്ളൊരു ബോർഡുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പത്തനംതിട്ട ജില്ലയിലല്ല, കേരളത്തിൽ എവിടെ പോയാലും ഇതുവരെ ശബരിമല ബോർഡുകൾ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ തണ്ണിത്തോട് മോടി പാലമാണ്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് 2-3 ഷോട്ടുകൂടെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടായിരുന്നു കല്ലാറിലെ വെള്ളം തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടവഞ്ചി സവാരിയൊക്കെ നമുക്ക് അല്പം സിമ്പിളായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ജലനിരപ്പിൻ്റെ ഒരു അവസ്ഥ കാണുവാൻ സാധിക്കും. പാലം എന്തായാലും നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നദിയുടെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മളവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിന്നപ്പോൾ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കിനിയും തിരികെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മളൊന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാലം തണ്ണിത്തോട് മൂഴി പാലമാണ്. ഇവിടെ നിന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഏകദേശം ഇവിടെ നിന്ന് തേക്കുതോട്ടേക്ക് ഒരു 4.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. തേക്കുതോടെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഈ കാണുന്നതാണ് ഈ ഒരു ഗുരുമന്ദിരവും. തൊട്ടപ്പുറത്തെ കടയിൽ നിന്നാണ് നമ്മൾ കഴിക്കാൻ കയറിയതും. ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ അങ്ങോട്ട് പോകണം. ഇവിടെ ഇപ്പം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ബോർഡ് കൊടുത്തിരിക്കുന്നത്. പമ്പ, അതുപോലെ തന്നെ മേക്കണ്ടം, പറക്കുളം, ക്ഷേത്രം, ആലുവാൻകുടിയൊക്കെ പോകേണ്ട റൂട്ട് തിരിച്ച് അപ്പുറത്തോട്ടാണ്. അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇവിടെ നിന്ന് നന്ദൂരിൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് നേരെ റൈറ്റ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. അവരെന്തായാലും വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടേ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണേ. നമ്മുടെ വണ്ടി എന്തായാലും തൽക്കാലം കംപ്ലൈൻറ്റ് വർക്ക്ഷോപ്പിലാണ്. അതുകൊണ്ട് അവൻ്റെ വണ്ടി എടുത്താണ് നമ്മൾ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് റൈറ്റ്, പക്ഷെ ഞാൻ ഓർത്തില്ല. ഞാൻ അവിടുന്ന് റൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം നമുക്കൊരു 10-11 കിലോമീറ്ററോളം പോകണം നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ തണ്ണിത്തോടിൽ നിന്ന് ചിറ്റാർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 10-11 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ മൺപിലാവ് പാലരുവി വാട്ടർഫാൾസിലേക്ക്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. കുറച്ചേറെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് ഒന്ന് ഇവിടെ വരെ വന്നതാണ് കേട്ടോ. നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെയാണോ അപ്പുറത്താണോ ഒരു കൺഫ്യൂഷൻ. നമ്മളിവിടെ ഇറങ്ങി നോക്കി, ഇവിടെയല്ല. നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ്. മുകളിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങണം. അപ്പോൾ ഞാനീ വന്ന വഴിയുടെ അധികം വീഡിയോ എടുക്കാത്തത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കാത്തത്. പിന്നെ നമ്മളിവിടെ വരെ വരുന്നതുകൊണ്ടേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും കൊണ്ടും നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാതിരിക്കാൻ സാധിക്കില്ല ഓരോ വിഷ്വൽ കാണുമ്പോൾ. അതുകൊണ്ട് എടുത്താണ്.
അപ്പോൾ നിങ്ങളെ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാറേ അവരെ മുന്നോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ നടക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. കയറ്റം കയറിയപ്പോൾ അണയ്ക്കുന്നു. അവധി ദിവസമാണെന്ന് തോന്നുന്നു. അവിടെ വണ്ടികളൊക്കെ കുറേ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടു. ഇനി നമുക്ക് താഴേക്ക് പോകണം. ഇവിടെ പണ്ട് ഇതിലൊന്ന് വന്നതാണ്. ആ ബോർഡുകളൊന്നുമില്ല. അതേ കാണുന്നൊരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ പട്ടിയുണ്ട്, അനുവാദം കൂടാതെ പോകല്ലെന്നൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ഇറങ്ങി പോവുക താഴേക്ക്. വെള്ളം മേടിക്കാൻ പോയാ? ഇവിടെ ഇങ്ങനെ കുപ്പി വെള്ളം ലഭ്യമാണെന്നൊരു ബോർഡ് കണ്ട് എൻ്റെ കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. റേഞ്ച് ഉണ്ടോ? ഓ ജിയോ തകർച്ച കേട്ടോ. ഉണ്ടോ? ഒന്നും ജിയോ എവിടെ പോലും റേഞ്ച് ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. വരുമ്പോൾ ഇതാണ് വഴി. ഇവിടെ ഒരു ഷീറ്റ് അടിക്കുന്ന മെഷീനും അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബോർഡും ഒരു ഗേറ്റും ഒക്കെ കാണുവാൻ സാധിക്കും. ഇതേ ഉള്ളൂ ഇവിടെ വഴി. പ്രത്യേകിച്ച് ബോർഡുകളും കാര്യങ്ങളൊന്നുമില്ല. ജാതിമരം നിൽക്കുന്നത് ഇഷ്ടംപോലെ ജാതിക്ക ഉണ്ടാവത്തിൽ. അപ്പോൾ ഈ വഴിയെ കൂടെ വേണം നമുക്ക് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങുവാണേ. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് താഴേക്ക് നടക്കുവാണേ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. നല്ല മഴയായ സമയത്താണ് വന്നത്. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അത്രയും വെള്ളം ഉണ്ടാകുമെന്ന് സംശയമാണ്. കാരണം ഇപ്പം നല്ല വേനൽക്കാലമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസമൊന്നും മഴ പെയ്തു, അല്ലാതെ മഴക്കാലമല്ലല്ലോ. അപ്പം അതുകൊണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. എന്നാലും വെള്ളമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം നമുക്കില്ലേ നടക്കണം. റോഡൊന്നും പറയാനൊന്നുമില്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഒരു ഇറങ്ങി ചെന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു മൺപിലാവ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു പാടാണ്. കാരണം കുറച്ച് നടക്കാനുണ്ട്. റോഡ് പോലാണ്, പക്ഷേ പറഞ്ഞ പോലെ മൺ റോഡാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നുമില്ല. മഴ നനയുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണോ വഴി? ഡോറയൊക്കെ പറഞ്ഞിട്ട് ഇതാണ് വഴി, നിങ്ങൾ ആ വഴി കാണുന്നുണ്ടോ? തെന്നി വീടല്ലേ? ആൾക്കാരുണ്ടോ ഇവിടെ? നടുക്കാ തന്നെ ഓട്ടുമ്പോ. വഴി ഇതാണേ. നമുക്കിങ്ങനെ താഴേക്ക് പോകണം. അങ്ങനെ കുറച്ച് ദൂരം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നവർ വെള്ളമൊക്കെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ മഴ സമയമൊക്കെ ആണെങ്കിൽ കുടയും കൂടെ കരുതുക. കാരണം ഇവിടെ കയറി നിൽക്കാൻ എങ്ങും സ്ഥലമൊന്നുമില്ല. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നിരപ്പാണ്. പിന്നെ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേയേറെ അല്ലെങ്കിൽ വരാത്ത ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. മണ്ണീറ വെള്ളച്ചാട്ടം, ഈ മൺപിലാവ് വെള്ളച്ചാട്ടം പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ടും ഇത് ഈ പറയുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലാണ്. ഒരു ബോർഡ് പോലും ഇല്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് അവിടെ നിൽക്കും. അപ്പോൾ ആൾക്കാരൊക്കെ വരാൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ പ്രൊമോഷനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ ഈ വെള്ളച്ചാട്ടം മനോഹരമായ വെള്ളച്ചാട്ടമാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലാപ്പിലെ വെള്ളച്ചാട്ടം, ഇവിടെ ചെങ്ങറയിലെ, പിന്നെ കല്ലേലി വെള്ളച്ചാട്ടവും മഴ സമയത്ത് നല്ല രസമാണ്. അതൊന്നും വലിയ പബ്ലിസിറ്റി ഇല്ലാത്ത ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു നാടാണ്, അല്ലെങ്കിൽ ഒരു ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. തോട്ടമാണ്. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാണ്. കുറച്ച് ദൂരമായിട്ട് നമ്മൾ നടക്കുവാണ്. അയ്യോ, ഇത് കഴിഞ്ഞ് കണ്ടവർക്കറിയാം, നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത് നമ്മളെ കുട്ടവഞ്ചി സവാരിയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കുട്ടവഞ്ചിയിലൊക്കെ കയറിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും മൺപിലാവ് വെള്ളച്ചാട്ടം കാണാൻ വന്നത്. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരുണ്ട്, അപ്പോൾ അവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണേ.
നമ്മളതേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇതിലെ താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ മൺപിലാവ് വെള്ളച്ചാട്ടം. ഇവിടെ ഉണ്ടല്ലോ ഈ തോട്ടിൽ നിന്ന് ഇങ്ങനെ മണൽ വാരിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നാണ് ഇവർ മണൽ വാരിക്കൊണ്ട് പോകുന്നത്. എന്തൊരു റോഡ് പണിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഉണ്ടോ, പൊളിയല്ലേ. ഇത് ശരിക്കും ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. നല്ല മഴ സമയത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ സൂപ്പറാണ്. അമ്മാതിരി ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ മൺപിലാവ് വെള്ളച്ചാട്ടം. പത്തനംതിട്ട ജില്ലയിൽ ഇത് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ കുട്ടവഞ്ചി സവാരി അവിടെ നിന്ന് ചിറ്റാർ പോകുന്ന റൂട്ട് കുറച്ച് പോയി റൈറ്റ് തിരിഞ്ഞ് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ വഴിയൊക്കെ കണ്ടതാണ്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രമാണ് പിന്നെയും വീഡിയോ ഫുൾ ഡീറ്റെയിൽസും പറയാത്തതും വിഷ്വൽ കാണിക്കാത്തതും. എന്തായാലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ്. വെള്ളമുള്ള സമയത്ത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന് ചുവട്ടിൽ കുളിക്കാൻ നല്ല സേഫാണ്. അതായത് കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ വന്ന് അവിടെ കുളിച്ചിട്ട് പോകാൻ നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സേഫും കൂടാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും ആരും കൊടുക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ കൂട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ വലിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് വന്ന് കണ്ടിട്ട് പോകാൻ നല്ല സൂപ്പർ വെള്ളച്ചാട്ടമാണ്. ഞാൻ നമ്മുടെ തമിഴിൽ പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട ജില്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഒളിപ്പിച്ച് വെച്ചേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് ഇങ്ങോട്ട് വലിയ പബ്ലിസിറ്റി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മുടെ മൺപിലാവ് വാട്ടർഫാൾസ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന് നോക്കുക. അതിന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. സൂപ്പർ കാര്യം ഇതാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു ബോർഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് അത്ര ക്ലിയർ അല്ലായിരിക്കാം, എങ്കിലും അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. സൂപ്പറാണ്. വീണ്ടും പറയുന്നു, നല്ല മഴ സമയത്ത് നിങ്ങളൊന്ന് വരുവാണെങ്കിൽ ഈ കാണുന്ന വെള്ളച്ചാട്ടമേ അല്ല ഈ വെള്ളച്ചാട്ടം. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണോ എന്ന് നമ്മൾ തോന്നിപ്പോകും. അതുപോലെ സൗന്ദര്യമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പാറ ഇരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് സൈഡ് വലിയ പാറക്കൂട്ടങ്ങളുണ്ട്. അത് നല്ല പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു വലിയൊരു മരം കൂടുണ്ട്. അപ്പോൾ അത് മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് സേഫായിട്ട് കുളിച്ചിട്ട് കണ്ടിട്ട് പോകാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പാൽദേവി ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോന്നി അടവി ഭാഗത്തേക്കും ചിറ്റാർ ഭാഗത്തേക്കൊക്കെ പോകുന്നവർ, തണ്ണിത്തോട് ഭാഗത്തേക്കൊക്കെ പോകുന്നവർ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. മഴ സമയത്ത് വരിക, തീർച്ചയായിട്ടും നല്ലൊരു കാഴ്ചയായിരിക്കും. അല്ലാത്തപ്പോൾ ഇത് പറ്റി വരേണ്ട അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചകൾ. ചിലരൊക്കെ വന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇതോടെ പോടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൺപിലാവ് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി കരയ്ക്ക് പോകണം. പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.